നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 7 ദ റിവ്യൂ ഇന്നലെയായിരുന്നു ഗൈസ്. കണ്ടസ്റ്റൻസ് എല്ലാവരുടെ വീട്ടിൽ കയറിയിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡ്. അതായത് ടെക്നിക്കലി ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പം വീടിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എല്ലാവർക്കും ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗെയിമില് വിന്നേഴ്സ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു 3 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷൻ കൊടുത്തു. അത് നമ്മുടെ ഷാനവാസ്, ബിന്നി, പിന്നെ നൂറയാണ്. അപ്പൊ ഇനിയാണ് ഇവർക്കുള്ള ഒരു പണിയായിട്ട് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത്. ഈ 3 പേർക്ക് അവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ കിട്ടും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങൾ എല്ലാം കിട്ടും. റിമൈനിങ് ആൾക്കാർക്കാണ് പണി. അതായത് അവർക്ക് ആർക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു സാധനം പോലും കിട്ടത്തില്ല. ബിഗ് ബോസ് തന്നെ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സ് ഇട്ടോണം. വേറെ മേക്കപ്പ് ഇല്ല, ബിലോങ്ങിങ്സ് ഇല്ല, ഒന്നുമില്ല. ഇതാണ് അവർക്കുള്ള പണി. അതുപോലെ ഈ 3 പേർക്കാണ് അടുത്ത പണി. ഈ 3 പേർക്ക് ഒരു സ്റ്റാർ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അത് അവരെപ്പോഴും കയ്യെ കെട്ടണം. ബാക്കിയുള്ള ആൾക്കാർ ഈ ബാഡ്ജ് തട്ടിപ്പറിക്കണം. അങ്ങനെ ആരുടെ കയ്യിലാണോ സ്റ്റാർ ബാഡ്ജ് ഉള്ളത് അവർക്ക് അവരുടെ ബിലോങ്ങിങ്സ് കിട്ടും. ബാക്കിയുള്ളവർക്ക് ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു പണിയായിട്ടാണ് ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അപ്പൊ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ഈ ബാഡ്ജ് എങ്ങനെയും തട്ടിപ്പറിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നടക്കുക. അനീഷ് ഷാനവാസിന്റെ പുറകെ നടപ്പുണ്ട്. ഈ അനീഷ് എന്ന് പറയുന്ന ആളൊരു നല്ല ചൊറിയാണ്, ഒരു മുട്ടൻ ചൊറിയാണ്. പുള്ളിയെ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ തോന്നും. അതായത് എല്ലാരും വീടിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആ സമയം തന്നെ പുള്ളിയുടെ റെസ്പോൺസ് ഒക്കെ ഇങ്ങനെ ആ ഒരു ടൈപ്പ് റെസ്പോൺസ്. അതായത് അനുമോളുടെ അടുത്ത് പറഞ്ഞു, നേരിട്ട് കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ, പുറമേന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്നൊക്കെ. അതായത് ആദ്യം തന്നെ ഒരു നമുക്കൊരു നെഗറ്റീവ് അടിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അനീഷ്. പുള്ളി ആ ഒരു സ്ട്രാറ്റജിയാണ് തോന്നുന്നു പിടിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ മറ്റേ രതീഷ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ പുള്ളിയെ ആദ്യം തന്നെ പറഞ്ഞു വിടാതെ നിർത്തിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഈ ടൈപ്പ് ചൊറി സാധനങ്ങളൊക്കെ എന്റർടൈനിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അനീഷ് ഷാനവാസിന്റെ പുറകേന്ന് മാറാതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാനവാസിന് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. പുള്ളി ഇങ്ങനെ തട്ടി മാറ്റി കളയുന്നുണ്ട്. ലാസ്റ്റ് പുള്ളിക്ക് നല്ല ഇറിറ്റേഷൻ ആയിട്ട് പുള്ളി ആ ബാഡ്ജ് എടുത്ത് വേറൊരാളുടെ മറ്റേ ഒനിയലിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അപ്പം പിന്നെ അനീഷ് പിന്നെ പുറകെ നടന്ന, നീ തോറ്റ്, നിനക്ക് ധൈര്യമില്ല, എനിക്ക് നിന്നോടായിരുന്നു മത്സരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചൊറിയോടെ ചൊറി. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറെ ബാഡ്ജ് തട്ടിപ്പറിക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു തോന്നുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ബാഡ്ജ് തട്ടിപ്പറിക്കുന്നു. ഇതൊക്കെ എന്തായാലും ഇപ്പൊ നെക്സ്റ്റ് മോർണിംഗ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് മോർണിംഗ് ആയി പാട്ട് പ്ലേ ചെയ്തു, എല്ലാവരും വന്ന് ഡാൻസ് കളിക്കുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു വീടാണ്. നേരത്തെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് വീടിനെക്കാട്ടിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഒക്കെ നമുക്ക് തോന്നുന്ന ടൈപ്പ് ഒരു വീടാണ്. പിന്നെ ഒരു പുതിയൊരു റൂം കണ്ട്, അവിടെ റൂമല്ല, ഒരു എൻട്രൻസിന്റെ അവിടെ തന്നെ പണിപ്പുര എന്ന് പറഞ്ഞിട്ട് ഒരു റൂം പോലെ ഉണ്ടായിരുന്നു. അതിനും വേറെ എന്തൊക്കെയോ ബാക്ക് സ്റ്റോറി ഉണ്ടായിരിക്കും. ഇനി ചിലപ്പം അത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തോ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞു. എല്ലാവരും വന്നിട്ട് മറ്റേ ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും റൂൾ ബ്രേക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഗേൾസ് എല്ലാം എണ്ണിക്കും. അപ്പം ഇവരെല്ലാം റൂൾ ബ്രേക്ക് ചെയ്തു. സംഭവം എന്താന്ന് പറഞ്ഞാൽ അവരവരുടെ മേക്കപ്പ് ഇങ്ങനെ മോഷ്ടിച്ചു. അതായത് എടുക്കാൻ പാടില്ലായിരുന്നു, അവനവന്റെ ബിലോങ്ങിങ്സ് എടുക്കാൻ പാടില്ലല്ലോ. അതിനകത്തുനിന്ന് മേക്കപ്പ് എടുത്തിട്ട് യൂസ് ചെയ്തു. സംഭവം എന്തോന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും ടിവിയുടെ മുന്നിലാണ്. അതായത് ഇത്രയും ആൾക്കാർ കാണുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല പ്രസന്റബിൾ ആയിട്ട് ഇരിക്കണം എന്ന് അത് അവരുടെ ഒരു ആവശ്യമാണ്. അതിലുള്ള എല്ലാവരും മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതുമാണ്. മേക്കപ്പ് യൂസ് ചെയ്യാതെ പ്രസന്റബിൾ അല്ലായിരിക്കും. അത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. ആക്ച്വലി ഒരുപാട് ആൾക്കാരുടെ കോൺഫിഡൻസ് ആണ് മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം അതില്ലാതെ അവർക്ക് ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഇവരെല്ലാം പെൺപിള്ളേരൊക്കെ മേക്കപ്പ് മോട്ടിച്ച് യൂസ് ചെയ്തു. അപ്പൊ റൂൾ ബ്രേക്ക് ആയി. അപ്പൊ അത് അവരിങ്ങനെ പറഞ്ഞു, സോറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് മറ്റേ പുള്ളിക്കാരി ശൈത്യ എന്ത് പറഞ്ഞു, അയ്യോ ബിഗ് ബോസ്, ഞാൻ ഇവരോട് പറഞ്ഞതായിരുന്നു എടുക്കണ്ടെന്ന്. അതായത് ഈ സ്കൂളിലൊക്കെ കാണത്തില്ലേ, എല്ലാ പരിപാടിക്കും ഒപ്പം നിന്നിട്ട് ഇങ്ങനെ പാര പണിയത്തില്ലേ, ഇല്ല സാർ, ഇല്ല ടീച്ചർ, അത് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാതെ അവരെടുത്തതാ എന്നൊക്കെ പറയുന്നേ. ആ ഒരു ലൈനായിരുന്നു ഈ ശൈത്യ. അത് ബാക്കി എല്ലാവരും നോട്ട് ചെയ്യുകയും ചെയ്തു. സമയത്തിന്, അതായത് അവള് യൂസ് ചെയ്തു, എന്നിട്ട് സാറ് ചോദിച്ചപ്പോ ഇല്ല സാർ ഞാൻ യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞേ. ആ ഒരു ലൈൻ സംഭവം. എന്തായാലും ആ പരിപാടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് ചോദിച്ചു, ഇപ്പൊ ആരുടെ കയ്യിലാ മറ്റേ സ്റ്റാർ ബാഡ്ജ് ഉള്ളതെന്ന്. ഇപ്പൊ ഉള്ള ആൾക്കാർ ആര്യൻ, മറ്റേ ഗിസേൽ ആൻഡ് നൂറ തന്നെയാണ്. പുതിയതായിട്ട് ബാഡ്ജ് കിട്ടിയവർക്ക് അവരുടെ ബിലോങ്ങിങ്സ് കൊടുക്കും. നേരത്തെ ബാഡ്ജ് അതായത് ഷാനവാസിന്റെയും ബിന്നിക്കും അവരുടെ ബിലോങ്ങിങ്സ് തിരിച്ചെടുക്കും. അങ്ങനെ ഈ പരിപാടിയിൽ കൊടുക്കൽ വാങ്ങലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക്. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് മറ്റേ ഷേവിംഗ് ഫോം ഉണ്ടല്ലോ, ഷേവിംഗ് ഫോം ഒരു പ്ലേറ്റിനകത്ത് ആക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് തേക്കുക. അപ്പം
ബിഗ് ബോസ് പറഞ്ഞെന്ന് പറഞ്ഞാല് ക്യാപ്റ്റൻ ആവാൻ യോഗ്യരല്ലാത്ത ആൾക്കാരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ആരാണ് ക്യാപ്റ്റൻ ആവാൻ യോഗ്യരല്ലാത്തത് അവരുടെ മേലെ ഈ ഫോം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറയും. അപ്പൊ ആദ്യം തന്നെ അനീഷ് വന്നിട്ട് ശാരികയുടെ പേര് പറയും. എന്നിട്ട് അതിന് പറയുന്ന കാരണം എന്ന് വെച്ചാല് ഇവര് മുമ്പേ ഏതോ കോൺവെർസേഷൻ നടത്തിയായിരുന്നു. അപ്പൊ ആ കോൺവെർസേഷനിൽ ഈ ശാരിക പുള്ളിക്കാരി എന്താ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പറയുമ്പം പുള്ളിക്കാരി പറഞ്ഞു ഇതേപോലെ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂടെ ആ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു, ഞാൻ ഈ പരിപാടിയാ ചെയ്യുന്നത്. അപ്പൊ ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഓൾറെഡി പറയും നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഈ ഭയങ്കര ചൂടായി പൊട്ടിത്തെറിച്ച് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്താണ് വരുന്ന ആളെ ഗസ്റ്റിനെ അവിടെ ഹോട്ട് സീറ്റിലിരുത്തി ഇങ്ങനെ പൊരിക്കുക എന്നുള്ളതാണ് ആ പരിപാടി. അപ്പൊ ഇത് ഗസ്റ്റിന് ഓൾറെഡി അറിയാം എന്നവർ പറയും. അപ്പൊ ഈ അനീഷ് ആ റീസൺ എടുത്ത് വെച്ചിട്ട് പറയാണ് നിങ്ങൾ മലയാളി ഓഡിയൻസിനെ ചതിക്കുകയായിരുന്നു. നിങ്ങളുടെ ഈ ഷോ എന്ന് വെച്ചാല് മലയാളി ഓഡിയൻസിനെ ചതിക്കുക നിങ്ങൾ ചെയ്തൊരു ഫേക്ക് ഷോ ആണ്, അതുകൊണ്ട് നിങ്ങളുടെ മുഖം പുറത്തെത്തണം എന്നുള്ള രീതിയിൽ ആ റീസൺ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയുടെ ഇത് ചെയ്യും. ആക്ച്വലി അതൊരു സ്റ്റുപ്പിഡ് റീസൺ ആണ്. ഈ അനീഷിന്റെ പുള്ളി ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ശാരികയെ ഇങ്ങനെ എന്താണ് അവളുടെ റിയൽ ഫേസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്നൊക്കെ ചിലപ്പോൾ പുള്ളിക്ക് തോന്നുന്നുണ്ടായിരിക്കും. ബട്ട് ഇറ്റ് വാസ് ആൻ ഇൻവാലിഡ് പൊട്ട റീസൺ. എന്തായാലും അനീഷ് അങ്ങനെ പറയും. അപ്പൊ അനീഷിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നെവിൻ പറയും അതൊരു പൊട്ട റീസൺ ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു അനീഷ് വരും. പിന്നെ മോസ്റ്റ് ഓഫ് ദം അനീഷിന് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അനീഷ് അല്ലെങ്കിലും അവിടെ ഉണ്ടല്ലോ ഓൾറെഡി ആ ഒരു ഒറ്റപ്പെടൽ സാധനം അനീഷ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ബാക്കി എല്ലാവരും വേറൊരിതും അനീഷ് വേറൊരിതും ആയിട്ട് ഓൾറെഡി അവിടെ ഉണ്ട്. കാരണം ബാക്കി ആരോടും മിങ്കിളാവുന്നില്ല, പുള്ളിയുടെ വേറെ ഏതോ ചൊറി സ്വഭാവം. അപ്പൊ ആ ഒരു സാധനം ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ വോട്ട്സ് അനീഷിന് തന്നെയാണ് കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാർ വേറെ ഓരോരുത്തർക്ക് കൊച്ചു കൊച്ചു കാരണങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. മച്ച് ഇൻട്രസ്റ്റിംഗ് അങ്ങനൊന്നുമില്ല. അപ്പൊ വന്നിട്ട് ബിഗ് ബോസ് പറയും ഓക്കെ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ പറയും അനീഷ്. അപ്പൊ അഗെയിൻ ട്വിസ്റ്റ്. ബിഗ് ബോസ് പറയും നിങ്ങളത് ശരിക്കും വായിച്ചായിരുന്നോ എന്റെ നോട്ടീസ്? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് ക്യാപ്റ്റൻ. അങ്ങനെ അനീഷ് ബിക്കംസ് ദ ക്യാപ്റ്റൻ. എനിക്ക് തോന്നുന്നു അത് ആക്ച്വലി ബിഗ് ബോസിന്റെ തന്നെ ഒരു ടാക്ടിക്കൽ മൂവ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. എല്ലാവരും അനീഷിനാണ് കൂടുതൽ വോട്ട് കൊടുക്കുന്നത്. ഇനി പുള്ളി അത് എലിമിനേറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട്. ഫസ്റ്റിൽ മറ്റേ രതീഷ് യൂസ് ചെയ്ത സ്ട്രാറ്റജി പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പുള്ളി ആദ്യം തന്നെ പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ ഒരു ടാക്ടിക്കൽ മൂവ് കളിച്ചിട്ട് ഇയാളെ ക്യാപ്റ്റൻ ആക്കി. അപ്പൊ ഫസ്റ്റ് വീക്ക് എലിമിനേഷൻ എന്തായാലും ഉണ്ടാവത്തില്ല. അതൊരു നൈസ് മൂവ് ആയിരുന്നു. കാരണം പുള്ളി വേണം, പുള്ളി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവാൻ പുള്ളി ആവശ്യമാണ്. അപ്പൊ എന്തായാലും അങ്ങനെ അനീഷ് ക്യാപ്റ്റനായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്, ലിവിംഗ് റൂളിൽ സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് ബിഗ് ബോസ് മറ്റേ പണിപ്പുരയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കുറെ റൂൾസിനെ പറ്റി പറയുന്നുണ്ട്. പണിപ്പുരയിൽ എന്താണ്, അവിടെ ലക്ഷറി ഐറ്റംസ് ഒക്കെ വെക്കും, പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ വെക്കും, അങ്ങനെയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വീണ്ടും നമ്മുടെ അനീഷ് പുള്ളിയില്ലേ കുഞ്ഞു പിള്ളേരെ പോലെയാണ്. എനിക്ക് റെസ്പെക്ട് വേണം, റെസ്പെക്ടിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. റെസ്പെക്ട് തരണം, റെസ്പെക്ട് തന്നേ പറ്റൂ, എനിക്ക് റെസ്പെക്ട് വേണം. അപ്പൊ ബാക്കി ആൾക്കാർ പറയുന്നു റെസ്പെക്ട് ചോദിച്ചു വാങ്ങുകയാണോ ചെയ്യേണ്ടത്, തരികയല്ലേ. അപ്പൊ പുള്ളി ഇല്ല എനിക്ക് റെസ്പെക്ട് തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നോമിനേഷൻ വരുന്നു. അപ്പൊ നോമിനേഷനിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് ഓരോരുത്തരെ പറ്റിയൊക്കെയുള്ള അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു കാര്യം ഷാനവാസ് വന്നിട്ട് പറയും എനിക്ക് മറ്റേ ഗിസേലിന്റെ ഡ്രസ്സിങ് രീതി ഒട്ടും അങ്ങോട്ട് ഇതാക്കാൻ പറ്റുന്നില്ല. ഒരു മലയാളി ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രധാരണം തീരെ അങ്ങോട്ട് ഇതല്ല, അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. പുള്ളി എനിക്കൊന്ന് വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിചാരിക്കുമായിരിക്കും ശരിയാ ഞങ്ങൾ പറയാനിരുന്ന കാര്യം തന്നെ അവൻ പറഞ്ഞത് ഉള്ള കാര്യമാണ് എന്ന് പറയുന്നു. അതായത് പുള്ളിക്ക് അതൊന്നും തീരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പുള്ളിക്ക് അതൊന്നും ഇഷ്ടമല്ല, ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചു വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ആ ഒരു ടൈപ്പ് ഓഫ് സംഭവം. പുള്ളിക്ക് അത് പുറത്ത് വേണേ പറയായിരുന്നു, പക്ഷെ പുള്ളി അങ്ങനെ പറയാതെ അതൊരു നോമിനേഷൻ റീസൺ ആയിട്ട് അത് പറഞ്ഞു. പുള്ളി വിചാരിക്കുന്നത് ചിലപ്പം കുറെ ഓഡിയൻസ് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാന്നായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു ടിപ്പിക്കൽ മെയിൽ ഷോവനിസ്റ്റ് എന്നല്ല, ഈ പറഞ്ഞ കുലപുരുഷൻ കൈൻഡ് ഓഫ് ലൈൻ ആണത്. ഞങ്ങൾ ഇതൊന്നും അനുവദിക്കുന്നതല്ല, ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല, ആ കുട്ടിയുടെ വസ്ത്രധാരണം ശരിയല്ല, ഞങ്ങൾ ഇതൊന്നും നോക്കാറില്ല, ആ ഒരു സംഭവം. ബട്ട് ഐ ഡോണ്ട് നോ അതുകൊണ്ടുണ്ടാവുന്ന എന്താന്ന് പറഞ്ഞാൽ ഹൗ ഹീ തിങ്സ് എന്നുള്ളൊരു ഐഡിയ ആണ് പുറത്ത് വരുന്നത്. മേ ബി പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും, മേ ബി പുള്ളിക്ക് അതൊരു വാട്ട് വാസ് ദാറ്റ് ആ ഒരു സാധനവും വരും. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഷാനവാസ് പറഞ്ഞു.
പിന്നെ അങ്ങനെ നോമിനേഷൻസ് നടന്നു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈത്യക്കാണ് ഒബ്വിയസ്ലി. കാരണം പുള്ളിക്കാരിയും ഇച്ചിരി ബാക്കി ആൾക്കാരോടൊക്കെ ഇച്ചിരി ഇതാന്ന് എന്റെ കാര്യം നോക്കുന്ന ടൈപ്പാണ്. നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ മേക്കപ്പ് മോട്ടിച്ചപ്പോ ഞാനല്ല സാർ ഞാനല്ല ഇവരാന്ന് പറഞ്ഞല്ലോ. അപ്പോഴേ പുള്ളിക്കാരിക്ക് നല്ലത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചാണ്. പുള്ളിക്കാരിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായേ. നോമിനേഷൻ കഴിഞ്ഞു, ക്യാപ്റ്റൻസി കഴിഞ്ഞു, വേറെ പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല. അപ്പൊ ഇന്ന് അങ്ങനെ ഒത്തിരി ഗുമ്മുള്ള സംഭവം ഒന്നും ചെയ്തില്ലെന്നൊരു ഫീലിംഗ് ഇവർക്ക് കാണും. അങ്ങനെ ഇരുന്നപ്പം രേണുസുതി അവിടെ കിടന്ന് ഉറങ്ങുക. അപ്പം എല്ലാവർക്കും ഒരു തോന്നലുണ്ട് രേണുസുതിയുടെ പുറകെ വെച്ച് പിടിച്ചാല് നമുക്ക് സ്പോട്ട് ലൈറ്റ് കിട്ടുമെന്ന്. എന്താന്ന് വെച്ചാൽ ഓൾറെഡി പുള്ളിക്കാരിക്ക് പുറത്ത് അങ്ങനെയുള്ളൊരു ഇമേജ് ഉണ്ട്. എല്ലാരും പുള്ളിക്കാരായിട്ട് അലക്കുവാണ്. എന്തെങ്കിലും സംഭവങ്ങൾ ക്ലിപ്സ് കിട്ടിയാൽ തന്നെ അതങ്ങ് വൈറലാവുകയാണ്. അപ്പം പുള്ളിക്കാരിയെ ഇങ്ങനെ എന്താ പറയുക ഡിസ്ട്രോയ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്താല് ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടും എന്നൊക്കെയുള്ളൊരു കാൽക്കുലേഷൻ ഇതിന്റെ കണ്ടസ്റ്റൻസിന് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പുള്ളിക്കാരിക്ക് ഒരു കുറ്റം പുള്ളിക്കാരിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ അതൊരു സംഭവം ആയിരിക്കും, അത് കണ്ടന്റ് ആവും എന്നൊരു തോന്നലുണ്ട്. അപ്പം ഈ രേണുസുതി ആണെങ്കിൽ അവിടെ തലവേദനയാന്ന് പറഞ്ഞ് കിടക്കുക. അപ്പൊ ആൾക്കാർ ഇങ്ങനെ അതെന്തുവാ ചുമ്മാ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ രേണുസുതി അവിടെ കൂടെ ലാലാപാടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ അഭിലാഷ് വിചാരിച്ചു ഓക്കെ ഇതേ കയറി പിടിക്കാന്ന് വിചാരിച്ചിട്ട് പുള്ളി പോയിട്ട് അപ്പാനി ശരത്തിന്റെ അടുത്ത് പറഞ്ഞു, കണ്ടോ അവര് കാണിക്കുന്നേ, അവർക്ക് തലവേദനയാന്ന് പറഞ്ഞല്ലേ, എന്നിട്ടിപ്പോ നട ഓടിപ്പാടി നടക്കുന്നു, തലവേദന ഒരാൾ എങ്ങനെ അങ്ങനെ ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് അതൊരു ഇഷ്യൂ ആക്കി അങ്ങ് എടുത്തു. എടോ, ഒരു മനുഷ്യന് തലവേദന വന്നാൽ അത് മാറിക്കൂടെ? തലവേദന വന്നാൽ എപ്പോഴും തലവേദന അങ്ങനെ നിക്കണമെന്നൊന്നും ഇല്ലല്ലോ, അവരുടെ മാറിക്കാണും. എനിവേ അവരതൊരു സംഭവമാക്കി എടുത്തു. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങി ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അഭിലാഷ് വെറുതെ അലക്കുക, നിങ്ങൾ നിങ്ങൾ അഭിനയക്കാരിയാ, നിങ്ങൾക്ക് ഒരു തലവേദനയില്ല, നിങ്ങൾ കള്ളം പറയുക എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ രേണുസുതി എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല, ഞാൻ അഭിനയിക്കേണ്ട കാര്യമേ ഇല്ല, എനിക്ക് തലവേദനയാ, ഞാൻ അഭിനയിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല, ഞാൻ അഭിനയിച്ചതല്ല, എനിക്ക് തലവേദനയാ. അതുകൊണ്ട് പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അഭിലാഷ് ഇവിടെ കിടന്ന് അലയ്ക്കുന്നു, രേണുസുതി ഇവിടെ കിടന്ന് അലയ്ക്കുന്നു, കണ്ടിന്യൂസ് ഷൗട്ടിങ്. അപ്പൊ ആരൊക്കെയോ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് തലവേദനയല്ലേ, തലവേദനയുള്ള ഒരാൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ രേണുസുതി ഓ ഷിറ്റ് ഫോർഗോട്ട് ദാറ്റ് ഐ ആം ഇൻ ദ ക്യാരക്ടർ, തലവേദന. ഉടനെ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ പോയി പറയാണ്, അയ്യോ സാറേ തലവേദന, മരുന്നില്ലാതെ പറ്റത്തില്ല, ഒരു ടാബ്ലറ്റ് എങ്കിലും തരണം, ഭയങ്കര തലവേദന. രേണുസുതി ആക്ച്വലി ഉണ്ടല്ലോ വീണടത്ത് കിടന്ന് ഉരുളാൻ മിടുക്കിയാണ്. പുള്ളിക്കാരിക്ക് തലവേദന ഉണ്ടായിരുന്നിരിക്കാം, അത് കഴിഞ്ഞത് മാറിക്കാണും. അപ്പം എല്ലാരും ഇങ്ങനെ കുറ്റം പറയുമ്പോ പുള്ളിക്കാരിക്ക് അത് കേട്ടാൻ പറ്റത്തില്ല. ഞാൻ അഭിനയിച്ചതല്ലെന്ന് പറഞ്ഞ് ഭയങ്കര വാദിക്കല്. അപ്പോഴാ ഓർത്തെ അയ്യോ തലവേദന, പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് തിരിച്ചെത്തിയിട്ട് തലവേദന, അയ്യോ പിന്നെ തലേന്ന് കൈ എടുത്തിട്ടില്ല. അതിലിടയ്ക്ക് ഷാനവാസിനും തലവേദനയായിരുന്നു കേട്ടോ, പുള്ളി അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതും പറയുന്നുണ്ട്. പിന്നെ പാർഷ്യാലിറ്റി ആണ് ഇവിടെ, രേണുവിന്റെ തലവേദന ആൾക്കാർ കൺസിഡർ ചെയ്തു, ഷാനവാസിന്റെ കൺസിഡർ ചെയ്തില്ല. ഇപ്പൊ അതാണ് വിഷയം. ആക്ച്വലി ഇവർക്ക് ഒരു വിഷയമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങനെ കത്തിച്ചിട്ട് അതിന്റെ വെറുതെ കിടന്ന് ഷൗട്ട് ചെയ്യാണ്. അപ്പം ഉടനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർ വരണം, ഡോക്ടർ വന്നിട്ട് ഇത് കൺഫേം ചെയ്യണം, ഇല്ലെങ്കിൽ ഈ എക്സ്ക്യൂസ് വീണ്ടും യൂസ് ചെയ്യും, ഡോക്ടർ വരണം എന്ന് ഇങ്ങനെ പറയാം. അപ്പം അനീഷ് ആണല്ലോ ക്യാപ്റ്റൻ. അപ്പൊ അനീഷ് വന്നിട്ട് പറയും, ക്യാമറയുടെ മുന്നിൽ പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഡോക്ടർ വരണം, രേണുസുതിക്ക് ഭയങ്കര തലവേദനയാണ് എന്ന് പറയും. അപ്പൊ ഉടനെ ഷാനവാസ് രേണുസുതിക്ക് മാത്രമുള്ള തലവേദന, എനിക്കും തലവേദന ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്റെ തലവേദന കൺസിഡർ ചെയ്തില്ലേ? അപ്പൊ അതായി വിഷയം. എന്റെ തലവേദന കൺസിഡർ ചെയ്തില്ല, രേണുവിന്റെ കൺസിഡർ ചെയ്തു, പിന്നെ അനീഷിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഇവർക്ക് ആക്ച്വലി വിഷയമൊന്നും ഇല്ല. അപ്പം എന്തെങ്കിലും ഒരു വിഷയത്തിൽ നോട്ടീസ് ചെയ്യപ്പെടണം, അതിനിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ രേണുവിന്റെ തലയിൽ കയറി. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് ക്യാമറ രേണുവിലേക്ക് തിരിഞ്ഞു. അപ്പൊ രേണു ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവളാണ് രേണു, ഇതൊന്നും വന്നാലും ഞാൻ ഇതാവത്തില്ല, താഴത്തില്ലടാ, പുഷ്പയാണ്, രേണുസുതി ഫയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പിസോഡ് അവിടെ കഴിയുകയാണ്. അപ്പൊ അതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. ഇന്ന് എന്തൊക്കെ ഉണ്ടാവും നമുക്ക് വഴിയെ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്, ബൈ.